ഇനി കോഴിക്കോടേക്കാണ്. അവിടെ കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തേക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീക്കാണ് മുൻതൂക്കം. LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മുസാഫിർ അഹമ്മദ് തോറ്റതിന് പിന്നാലെയാണ് മറ്റു പേരുകൾ ഉയർന്നു വരുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷികൾ ഇല്ലാത്തതിനാൽ മേയർ സ്ഥാനത്തേക്ക് UDFും മത്സരിക്കും. മേയർ സ്ഥാനത്തിനായി BJPയുമായി കൈകോർക്കില്ലെന്ന് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ പറഞ്ഞു. മേയർ സ്ഥാനാർത്ഥിയായി CP മുസാഫിർ മീൻചന്തയിൽ തോറ്റത് CPMന് വലിയ തിരിച്ചടിയായിരുന്നു. ഇതോടെയാണ് LDF ഈ സ്ഥാനത്തേക്ക് മറ്റു പേരുകൾ പരിഗണിക്കുന്നത്. ഇതിൽ മുൻഗണന നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ S ജയശ്രീക്കാണ്. 2020 ജയശ്രീയുടെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നെങ്കിലും പിന്നീട് ബീന ഫിലിപ്പിനെ തീരുമാനിക്കുകയായിരുന്നു. കോട്ടൂളി ഡിവിഷനിൽ നിന്നാണ് ജയശ്രീ ജയിച്ചത്. പാർട്ടി എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിക്കുമെന്ന് ജയശ്രീ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആരാകും മേയർ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള 35 പേരും അതിന് സാധ്യതയുള്ളവരാണ്. പാർട്ടി നിർത്തിയാണല്ലോ കോട്ടൂളിനെ ജയിപ്പിക്കുന്നത്. അപ്പോൾ പാർട്ടി ഏത് ഉത്തരവാദിത്വം, അത് മേയർ എന്നുള്ളതല്ല, സാധാരണ കൗൺസിലറായിട്ടിരിക്കാൻ പറഞ്ഞാൽ പോലും അനുസരിക്കാനുള്ള ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. അതേസമയം ജില്ലയിലെ വിവിധ വാർഡുകളിൽ വിജയിച്ച മുൻ ഡെപ്യൂട്ടി കളക്ടർ E അനിതാകുമാരി, O സദാശിവൻ, K രാജീവ്, സുജാത കൂടത്തിങ്കൽ എന്നിവരുടെ പേരും LDF പരിഗണനയിലുണ്ട്. അതേസമയം LDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയല്ലാത്തതിനാൽ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസും മത്സരിക്കും. എന്നാൽ ഇതിനായി BJPയുമായി കൈകോർക്കില്ല എന്ന് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ പറഞ്ഞു. അല്ല, മേയർ സ്ഥാനത്തേക്ക് UDF മത്സരിക്കും, അത് സംശയമില്ല. സ്വീകരിക്കില്ല, അത് ഉറപ്പ് സ്വീകരിക്കില്ല. അല്ല, ഞാൻ BJPയുടെ പേര് സ്വീകരിക്കില്ല, BJPക്കാരനായി വരുന്ന ആളുടെ പേര് സ്വീകരിക്കില്ല, CPMകാരനായി സ്വീകരിക്കാം. ഇന്ന് കോഴിക്കോട് UDF നേതൃയോഗം നടക്കും. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് തെരഞ്ഞെടുപ്പിൽ തോറ്റതുൾപ്പെടെ നേതൃയോഗത്തിൽ ചർച്ചയാകും. UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു PM നിയാസ്. മീഡിയ 1 കോഴിക്കോട്.